പച്ചമാങ്ങ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറീൻ്റെയും ആവശ്യമില്ല. അതുപോലെ തന്നെ ചോറിന് മാത്രമല്ല, നമുക്ക് ഇത് ഇഡ്ഡലീൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കേണ്ടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പലർക്കും അറിയുന്നുണ്ടാവില്ല ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പച്ചമാങ്ങേൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇന്ന് കിട്ടുന്നതായിരിക്കുമല്ലോ മാങ്ങ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്, അത്യാവശ്യമായിട്ട് പുളിയുള്ളൊരു മാങ്ങ തന്നെ വേണ്ടുന്നത്. അതുപോലെ തന്നെ ഒരു 3-4 കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക്, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇത്രയാണ് വേണ്ടുന്നത്. അതുപോലെ തന്നെ മാങ്ങ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാകാൻ വെക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. പിന്നെ അതിലേക്ക് നമുക്ക് ബാക്കി എടുത്തു വെച്ച ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എടുത്തു വെച്ച വറ്റൽമുളകാണ്. ഞാൻ 2 എണ്ണമാണ് ഇവിടെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവ് അധികം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 5-6 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാരണ പച്ചമുളക് ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും ഈ കാന്താരി ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ കാന്താരി ചേർത്ത് വഴറ്റുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പുളി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പുളി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ മാങ്ങ അങ്ങനെ ഒരുപാട് അങ്ങ് വഴന്നു വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന വരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ തേങ്ങ ചിരവിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാടങ്ങ് അളവിലെടുക്കേണ്ട ആവശ്യമില്ല. മാങ്ങ എടുക്കുന്ന ആ ഒരു കണക്കിന് മാത്രം എടുത്താൽ മതി. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ അതുപോലെ ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. നമ്മൾ സാമ്പാറിനും വറുത്തരച്ച് വെക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടാക്കുന്നില്ല കറി, അതുപോലെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ മാത്രം ഒന്ന് വറുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് അരച്ച് പേസ്റ്റ് ആക്കരുത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. കാന്താരിയൊക്കെ ചേർത്ത് കുഞ്ഞുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ 1-2 ഇങ്ങനെ ക്രഷ് ചെയ്ത് അടിച്ചെടുത്തതിന് ശേഷം ഉപ്പോ എന്തെങ്കിലും എരിവോ മുളക് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടി ഇത് മാത്രം നമുക്ക് മതിയാകും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റെസിപ്പി ആയിരിക്കും നഷ്ടമാകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്